ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, വിശ്വാസം എന്നുള്ളത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിനകത്ത് പറയുന്നില്ലല്ലോ. ഗലാത്യർ 5:22 വാക്യം 22-23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇവിടെ വിശ്വസ്തത എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ തുടക്കത്തില് ഇത് പറഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, KJV വെർഷനില് ഇതിന് ഫെയ്ത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ് ഓർ ലോങ് സഫറിംഗ്, ജെന്റിൽനെസ്, ഗുഡ്നെസ്, ഫെയ്ത്ത്, മീക്നെസ് ആൻഡ് ടെമ്പറൻസ്. അപ്പൊ ഫെയ്ത്ത് എന്നാണ് KJV വെർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താണ് വിശ്വാസം? ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നടക്കുന്നതായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയില് എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ കുറിച്ച് ധാരാളം നമ്മൾ എന്ത് ചെയ്തു പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഒത്തിരി വിശ്വാസത്തെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എബ്രായർ 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ എസൻസ് ആണ്, പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ആ സത്തയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അനേക വെർഷൻസിൽ അത് വിശ്വസ്തത എന്നാണ് കാണുന്നതെങ്കിലും KJV അല്ലെങ്കിൽ മൂല പരിഭാഷയിലൊക്കെ അത് വിശ്വാസം എന്നാണ് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഏതൊരു വ്യക്തിയും താൻ നിൽക്കുന്നിടത്ത് ആരായിട്ട് തുടരും? വിശ്വസ്തനായിട്ട് തുടരും. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? വിശ്വസ്തനായിട്ട് തുടരുന്നതായിട്ട് നമുക്ക് കാണുവാനാണ് കഴിയുന്നു. ഇനി വിശ്വാസം എന്നത് ശക്തിയാണ്, പ്രവർത്തനവുമാണ്, കാരണവുമാണ്. കാരണം കോസ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ വിശ്വസ്തത എന്ന് പറയുന്നത് ആ ശക്തിയുടെ, വിശ്വാസം ഒരു ശക്തിയാണെന്ന് പറഞ്ഞു. ശക്തി, പ്രവർത്തനം, കാരണം. ആ വിശ്വസ്തത എന്നത് ആ ശക്തിയുടെ ഒരു ഫ്ലോയാണ്, ഒഴുക്കും പ്രതികരണവും ഫലവുമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു പ്രതികരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫെയ്ത്ത് ഈസ് ദ ഫോഴ്സ്, ആക്ഷൻ ആൻഡ് കോസ്. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ദ ഫ്ലോ, റിയാക്ഷൻ ആൻഡ് എഫക്റ്റ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ആദ്യത്തെ ആ ഗലാത്യർ 5:22 ആദ്യത്തെ നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു 3 ട്രയാഡുകളായിട്ടാണ്, 3 ത്രയങ്ങൾ വീതമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ആദ്യത്തെ ത്രയം വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ഈ ആദ്യ ട്രയാഡിന്റെ അപ്പൊ ആത്മാവിന്റെ ഫലം എന്നുള്ളത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ആ പ്രസിദ്ധമായ ട്രയാഡിൽ നിന്നുള്ള സ്നേഹത്തിന്റെ വികാസവും പക്വതയുമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ ദൈവം നമ്മളോട് ഒരു കാര്യം സംസാരിക്കുന്നു. ദൈവം നമ്മളോട് സ്നേഹത്തിൽ, നമ്മളോട് സ്നേഹം ആയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് ഒരു കാര്യം അറിയിക്കാനുണ്ട്. ഒരു കാര്യം ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ വചനത്തിന്റെ നിവർത്തിയാണ്. ഒരു പ്രോമിസ് ആയിട്ടൊരു കാര്യം ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാല് ആ വചനത്തിന്റെ നിവർത്തിയാണ് നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെ? എത്രയോ നാളുകളായിട്ട് ദൈവാത്മാവ് പറഞ്ഞ അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വചനങ്ങളുടെ നിവർത്തിയാണ് എന്റെ പ്രതീക്ഷ. അതിലാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പ്രത്യാശയാണ് ഈ പ്രസന്റ് സിറ്റുവേഷനില് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ദൈവാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞ ആ കാര്യങ്ങളാണ്, ആ പ്രതീക്ഷയാണ്, ആ പ്രത്യാശയാണ് ഈ സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുവാൻ കോണം നമ്മൾക്കിടയായിത്തീരുന്നത്, അല്ലെ? ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം ഓർക്കുവാനായിട്ടിടയായിത്തീരും. ആ വാഗ്ദത്തമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തെ എന്ത് ചെയ്യുന്നത് നേരിടുവാനായിട്ടുള്ള ശക്തി നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷ നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്.
ചുരുക്കത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ള വചനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. എന്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിൽ ഇരിക്കുന്ന ഈ ദൈവവചനത്തിനകത്ത് അനേക പ്രോമിസുകള്, അനേക വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏതെല്ലാം സാഹചര്യങ്ങളിലൊക്കെ നാം ആയിത്തീരുമ്പോഴും ഈ ദൈവവചനത്തിലെ ഓരോ വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനില്, അല്ലെങ്കിൽ ഓരോ വചനങ്ങള് ദൈവത്താൽ ദൈവനിശ്വാസ്യമായ ബ്രീത്തഡ് ബൈ ഗോഡ്, ദൈവനിശ്വാസ്യമായ ആ വചനങ്ങളാണ് എനിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കരുത്ത് നൽകി തരുന്നത്, ബലം നൽകി തരുന്നത് ആ ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രയാസഘട്ടം നമുക്ക് നേടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരാരും നമ്മുടെ സമീപം ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ആരും നമ്മളോട് കൂടെ ഇല്ലാത്തപ്പോൾ, ഈ ദൈവത്തിന്റെ വചനമാണ് ആ പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കരുത്ത് എനിക്കും നിങ്ങൾക്ക് നൽകി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം പറഞ്ഞിട്ടുള്ള ആ വാക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ വിശ്വാസം അർപ്പിക്കും. ദൈവമാണ് ആ വാക്ക് പറഞ്ഞത്. ആ പ്രതീക്ഷയാണ്, ആ വിശ്വാസമാണ് എന്റെ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിലെ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം. അപ്പൊ അതിനുള്ള വിശ്വാസം, ഈ സാഹചര്യത്തെ നേരിടുവാനായിട്ടുള്ള ആ വിശ്വാസം എനിക്ക് നൽകി തരുന്നത് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? പാസ്റ്ററിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തൊരു കാര്യം അത് ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സംഭവിക്കുമെന്നുള്ള, അല്ലെങ്കിൽ അത് അംഗീകരിക്കുവാനായിട്ടുള്ള നമ്മുടെ മനസ്സാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ലോജിക്കോ ചിന്തിച്ചാൽ ഒരിക്കലും അത് സംഭവിക്കത്തില്ല, അസംഭവ്യമാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം, പക്ഷെ അതാര് പറഞ്ഞതാണ്? ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞതായതുകൊണ്ട് അത് സംഭവിക്കും എന്നുള്ള ആ പൂർണ്ണ പ്രതീക്ഷയില് നാം അംഗീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോടുള്ള എന്റെ പ്രതികരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് പറഞ്ഞുവോ അത് എന്താണ്? അത് സംഭവിക്കും. പറഞ്ഞത് ദൈവമാണെങ്കിൽ പറഞ്ഞ കാര്യം അത് തന്നെ സംഭവിക്കും എന്നുള്ള, ഇപ്പൊ ദൈവം പറഞ്ഞ കാര്യങ്ങളോടുള്ള എന്റെ പ്രതികരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അന്ധനെ പോലെ അതെന്ത് ചെയ്യുക? പൂർണ്ണമായി എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ദൈവം പറഞ്ഞതാണോ? തീർച്ചയായിട്ടും. കാലങ്ങൾ കഴിഞ്ഞാലും എന്ത് ചെയ്യും? അതിനൊരിക്കലും എന്ത് ചെയ്യത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവം പറഞ്ഞിട്ടുള്ള വചനങ്ങൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കത്തില്ല? മാറ്റം സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം എന്നത് ദൈവം പറഞ്ഞതുപോലെ ആയിരിക്കുമെന്നും ഇപ്പോഴത്തെ ഈ കാത്തിരിപ്പ് കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് ദൈവം ഒരു കാര്യം എന്നോട് എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഞാനത് എന്ത് ചെയ്യാണ്? ദൈവം പറഞ്ഞ കാര്യം അത് ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം സംസാരിക്കുന്ന സമയത്തിനും അത് നിറവേറുന്ന സമയത്തിനും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെ? ദൈവം പറഞ്ഞ ഒരു കാര്യത്തിനും ദൈവം എന്നോട് പറഞ്ഞ വചനത്തിനും അത് നിറവേറുന്നതിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നാം എന്ത് ചെയ്യാണ്? പ്രതീക്ഷയോടെ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യപ്പെടും? പരീക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം. ദൈവം പറഞ്ഞൊരു കാര്യം, അത് പ്രോമിസ് ആണ്. ആ കാര്യം എന്ത് ചെയ്യാണ്? ദൈവം ഒരു കാര്യം സംസാരിച്ചു, അതൊരു സമയമാണ്. അപ്പോൾ വിശ്വാസം എനിക്ക് പകർന്നു തരികയാണ്. ദൈവം എനിക്ക് പ്രോമിസ് തരികയാണ്, ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞത്. ഇനി അതിന്റെ ഫുൾഫിൽമെന്റ് ഉണ്ട്. ആ പ്രത്യാശ അത് നിറവേറുന്ന ഒരു സമയമുണ്ട്. ഇതിനിടയ്ക്കുള്ള കാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അവിടെയാണ് എന്റെ വിശ്വാസം എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കപ്പെടുന്നത്. നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലോ? ദൈവം എന്ത് ചെയ്തു? വാഗ്ദത്തം കൊടുത്തു, അല്ലെ? സംഭവിക്കും, നിനക്കൊരു സന്തതിയെ ദൈവം എന്ത് തരും. പക്ഷെ
ആ പറഞ്ഞ വാക്തത്വത്തിനും അത് നിവർത്തീകരിക്കുന്നതിനും ഇടയ്ക്കുള്ള കാലഘട്ടം നീണ്ട കാത്തിരിപ്പ് അല്ലെ. 25 വർഷങ്ങളെ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. സ്തോത്രം. ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ അനേക സംശയങ്ങൾ ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഇച്ഛകള്, വികാരങ്ങള്, സംശയങ്ങള്, ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന അനേക പോരാട്ടങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് നാം എന്ത് ചെയ്യേണ്ടത്? പിടിച്ചു നിൽക്കേണ്ടത് അല്ലെ. അബ്രഹാമിന് ഉണ്ടായി അല്ലെ. കാത്തിരിപ്പ് നീളും തോറും എന്ത് ചെയ്യുകയാണ്? നമുക്ക് അസഹിഷ്ണുതയാണ് സംഭവിക്കുമോ? നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മുടെ ഇച്ഛകള്, നമ്മുടെ വികാരങ്ങള്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാണ്? സംശയം ഉണ്ടാക്കുകയാണ്, നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങള്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും എന്റെ കാത്തിരിപ്പിന് ഇടയില് വലിയൊരു സ്ട്രഗിൾ ഞാൻ എന്ത് ചെയ്യാണ്? അനുഭവിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ എന്ത് ചെയ്യും? ദൈവം തന്റെ സ്നേഹം എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? പകരപ്പെടും. അനേക പ്രക്രിയകൾ ഈ സമയത്ത് എന്നിലും നിങ്ങളിലും ദൈവം ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ കാത്തിരിപ്പിന്റെ ആ സമയത്താണ് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാകാത്ത ചില ദൈവപ്രവർത്തികൾ ദൈവം എന്ത് ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഈ കാത്തിരിപ്പിന്റെ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെയും ഇച്ഛകളെയും വികാരങ്ങളെയും മനസ്സാക്ഷി എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? ഒന്ന് നവീകരിക്കുന്നതായി തീരും. ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ടുള്ള ആ ആശ നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അനേക പ്രവൃത്തികളെ ദൈവം നമ്മുടെ ജീവിതത്തില് ഈ കാലഘട്ടത്തിനിടയ്ക്ക് പ്രോമിസ് ചെയ്ത സമയത്തിനും അത് ഫുൾഫിൽമെന്റിലേക്ക് കടന്നു വരുന്ന ആ സമയത്തിനും ഇടയ്ക്കാണ് എന്നിലും നിങ്ങളിലും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ദൈവപ്രവൃത്തി എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ആത്മാവിന്റെ ഫലം എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് നമ്മളിൽ നിന്നും പുറത്തു വരുവാനായിട്ട് എന്ത് ചെയ്യുന്നത്? ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാത്തിരിപ്പ് നമുക്ക് സഹിഷ്ണുത നൽകി തരും. ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ, നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പാനായിട്ട് എന്ത് ചെയ്യും? ഇല്ല, ദൈവം പറഞ്ഞത് ദൈവം ചെയ്യും, ദൈവമാണത് പറഞ്ഞത്, തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യും. അപ്പൊ എന്റെ വിശ്വാസം എന്ത് ചെയ്യാണ്? ഓരോ ദിവസം ഇല്ല, ദൈവം വാക്ക് മാറത്തില്ല, ദൈവം വാക്ക് മാറത്തില്ല. കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ദൈവത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ആശ്രയിപ്പാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഗലാത്യ ലേഖനത്തിലെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിലെ ആദ്യത്തെ 3 ട്രയാഡിൽ, ആദ്യത്തെ ട്രയാഡിൽ, ആ ത്രയത്തിൽ വരുന്നതാണ് എന്റെ സ്നേഹം, സന്തോഷം, സമാധാനം. അത് 3 എന്താണ്? ദൈവത്തോടുള്ള പ്രതികരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എന്നിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അടുത്ത ട്രയാഡ് എന്താണ്? ദീർഘക്ഷമ, സൗമ്യത, ഇവയൊക്കെ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. അവസാനം എന്താണ്? വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയ ജയം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇതെല്ലാം ആദ്യത്തെ ആ 2 ട്രയാഡും അല്ലെങ്കിൽ ആ ത്രയങ്ങള് പൂർത്തിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒടുവിൽ എന്റെ തന്നെ പൂർണ്ണമായ നിന്നുള്ള വിശ്വാസം ഉണ്ടാകും, സൗമ്യത ഉണ്ടാകും, ഇന്ദ്രിയ ജയം എന്നിൽ ഉളവാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലിയത് എന്താണ്? സ്നേഹം തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിനകത്ത് വീണ്ടും വിശ്വാസം എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തില് ഈ വിശ്വാസത്തിന് ഉണ്ടാകുവാനായിട്ട് കാരണം? ദൈവത്തിന് സ്തോത്രം. നാം സ്വയത്തിന് എന്ത് ചെയ്യണം? മരിച്ചവരായി തീരണം. നമ്മുടെ സ്വയം എന്ത് ചെയ്യണം? മരിക്കണം. നാം സ്വയത്തിന് മരിച്ചവരാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തോടും മറ്റു മനുഷ്യരോടുമുള്ള സ്നേഹം എന്ത് ചെയ്യുന്നത്? വർദ്ധിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്വയത്തിന് മരിച്ചവരായി തീരുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും നാം സെൽഫ് സെന്റേർഡ് ആയിട്ട് എന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാണെങ്കിൽ, എന്റെ സ്വയത്തിന് അടിമപ്പെട്ട്, എന്റെ സെൽഫിന് അടിമപ്പെട്ട ഒരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം എന്ത് ചെയ്യും? എന്റെ സ്വയ ജീവിതത്തെ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ദൈവം എന്ത് ചെയ്യും? എന്റെ വിശ്വാസത്തെ ദൈവം അവിടെ എന്ത് ചെയ്യും? പരീക്ഷിപ്പാനായിട്ട് ദൈവം ചില സാഹചര്യങ്ങളെ എന്ത് ചെയ്യും? അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്വയത്തിന് എന്ത് ചെയ്യണം? സ്വയത്തിന് നാം എന്ത് ചെയ്യണം?
മരിക്കുന്നവരായിത്തീരണം. സ്വയം എന്നിൽ മരിച്ച് പറയുന്ന പോലെ ഞാനോ കുറയണം, യേശു എന്നിൽ എന്ത് ചെയ്യണം, ക്രിസ്തു എന്നിൽ വളരണം. പക്ഷെ പലപ്പോഴും എന്റെ സ്വയം ഉയർന്നു നിൽക്കുന്നത് മൂലം ദൈവപ്രവൃത്തി എന്നിൽ നടക്കാതെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും, എന്റെ സ്വയത്തെ, ആ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള എന്റെ ജീവിതത്തെ ദൈവം കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് ദൈവം എന്ത് ചെയ്യും, വിശ്വാസത്തിന്റെ പരീക്ഷണം ദൈവം എന്ത് ചെയ്യും, എന്നിൽ അനുവദിക്കും. സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യും, അതിലേക്ക് കടത്തിവിടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1:6-9, 6 തുടങ്ങി 9 വരെയുള്ള വാക്യത്തില് You rejoice with joy inexpressible and full of glory, receiving the end of your faith, the salvation of your souls. അതായത് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുക. ആത്മാവിന്റെ രക്ഷ എന്നിവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തര അനുഭവത്തില്, മറിച്ച് സ്വഭാവത്തിന്റെ തുടർച്ചയായതും പുരോഗമനപരമായ പരിഷ്കരണത്തെയാണ് അത് വിവക്ഷിക്കുന്നത്. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് മാനസാന്തരം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവത്തില് പുരോഗമനപരമായ ഒത്തിരി മാറ്റങ്ങള്, ചേഞ്ചസ് അവിടെ ഉണ്ടാകണം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം ആത്മാവിന്റെ ഫലം എന്ന നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ മുറുകെ പിടിക്കുകയും എന്ത് ചെയ്യുക, ദൈവത്തെ തന്നെ ആശ്രയിക്കാനായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ എന്താണ്, എന്റെ ചുറ്റും എന്തെല്ലാം സംഭവിച്ചാലും എന്ത് ചെയ്യുക, വിശ്വാസം നമ്മെ എന്ത് ചെയ്യുന്നു, ദൈവത്തിൽ സുരക്ഷിതരാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ആത്മാവിന്റെ മൂന്നാമത്തെ അത്രയാതിൽ പറയുന്നത് എന്താണ്, ആത്മാവിന്റെ ഫലത്തിലെ മൂന്നാമത് സ്വയം ആജ്ഞകളെ, സെൽഫ് കൺട്രോൾ എന്നിൽ വരികയാണ്. സ്വയം ആജ്ഞകളെ കീഴടക്കുന്നതിനെ ക്രമേണ നയിക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയ എല്ലാം എന്നിൽ പൂർത്തിയാകുമ്പോൾ പാപത്തിന് എന്റെ മേലുള്ള ശക്തി എന്ത് ചെയ്യും, അവിടെ ഇല്ലാതായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ശക്തി എന്നിൽ നിന്ന് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഇങ്ങനെയൊക്കെയുള്ള ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, പാപത്തിന് എന്റെ മേലുള്ള ശക്തി അവിടെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്ത് ചെയ്യുന്നു, സൗമ്യതയിലേക്ക് നമ്മളെ നടത്തുന്നു. സൗമ്യതയ്ക്ക് ഇടം നൽകുന്നു വിശ്വാസം. അത് നമ്മുടെ സെൽഫ് കൺട്രോളിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സെൽഫ് കൺട്രോൾ ഉള്ളവരായിത്തീരുമ്പോൾ ഈ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് ഒക്കെ നമ്മളിലും പുറത്തു വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടാകുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താണ് സൗമ്യത എന്ന് പറയുന്നത്? സൗമ്യത എന്ന് പറയുന്നത് എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുന്ന അനുഭവമല്ല. സൗമ്യത എന്നത് ദൈവത്തിന്റെ ഇടപാടുകളെ നല്ലതായിട്ട് അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത്, സൗമ്യത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ മനസ്സിലെ ബിറ്റർനെസ്സിന് പകരം എപ്പോഴും എന്ത് ചെയ്യുന്നു, ഒരു മാധുര്യമേറിയ അനുഭവമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു, ശക്തി വെളിപ്പാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിൽ വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, കൂടുതലായിട്ട് നമ്മളെ എന്ത് ചെയ്യും, ശോധനയുള്ള അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളിലേക്ക് ദൈവം എന്ത് ചെയ്യും, കടത്തിവിടും. എന്തിനാണ്? ദൈവത്തിലുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലപ്പോഴും അതുപോലുള്ള പാട്ടുകൾ ഒത്തിരി കേൾക്കുന്നുണ്ട് അല്ലെ. എരുതിയിൽ വീണാലും എന്തല്ല, അവിടെ ഒന്നും നാം എന്തല്ല, ഏകരല്ല. അവിടെ ഒക്കെ എന്താണ്, പരീക്ഷ എന്റെ ദൈവം ജീവിതത്തിൽ അനുവദിച്ചാൽ അത് എന്ത് ചെയ്യത്തില്ല, എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. പകരം എന്ത് ചെയ്യുന്നത്, പരീക്ഷകള്, പരിശോധനകള് ജീവിതത്തിലേക്ക് ദൈവം കടത്തിവിടുന്നത് എന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിലുള്ള എന്റെ ആശ്രയം എത്രമാത്രം എന്നറിയുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. എന്താണ്, അവിടെ മകനെ യാഗമാക്കാൻ പറഞ്ഞപ്പോൾ മകനെയാണോ അതിനേക്കാൾ ഉപരി ദൈവത്തെയാണോ സ്നേഹിക്കുന്നത് എന്ന് എന്ത് ചെയ്യാണ്, അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം, സ്നേഹം ഒക്കെ എന്ത് ചെയ്യണം, ഈ പരിശോധനയെ കൂടെ കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് അവിടെ വെളിവാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ ഒരു പ്രൂണിങ്ങിന്റെ അനുഭവത്തിലൂടെ ഫലം കായ്ക്കുന്നുണ്ട്. എന്നാൽ അധികം ഫലം കായ്ക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ശക്തി വെളിപ്പാക്കുന്നു എന്ന് നാം എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു.
അപ്പോൾ ഇതൊക്കെയും ദൈവം എന്താ ചെയ്യുന്നത്? എന്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നാം കടന്നു പോകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അത് എന്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നത് എന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് അല്ലേ? പ്രിയപ്പെട്ടവരുടെ ഒക്കെ വേർപാടുകൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് നമുക്ക് എപ്രകാരം ചിന്തിപ്പാനായിട്ട് കഴിയും? നേരത്തെ നാം പറഞ്ഞതുപോലെ അവിടെയാണ് വിശ്വാസം. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതികൂല സമയങ്ങളിൽ നാം വീഴാതിരിക്കുവാനായിട്ട് വിശ്വാസം ആത്മാവിന്റെ ഒരു നങ്കൂരമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം തളർന്നു പോവുകയല്ല, ക്ഷീണിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം? ദൈവത്തിൽ കൂടുതൽ വിശ്വാസമുള്ളവരായിട്ട് നാം തീരുവാനായിട്ട് ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള ആത്മവിശ്വാസത്തിലൂടെയും നാം സൗമ്യത എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. കഷ്ടതന്റെയും സഹിഷ്ണുതയിലേക്ക് നടത്തും. സഹിഷ്ണുത എന്ത് ചെയ്യാണ്? ഒരു സിദ്ധന്റെ അനുഭവം, സിദ്ധതയുടെ അനുഭവം. എന്താണ് സിദ്ധൻ എന്ന് പറഞ്ഞാല്? എന്തെല്ലാം വന്നാലും എന്താണ് സിദ്ധൻ? സന്യാസി, ചില സന്യാസിമാര് അത് സിദ്ധനാണെന്ന് പറയും. കാരണം എന്തെല്ലാം നമ്മളെ പ്രകോപിപ്പിച്ചാലും അല്ലെങ്കിൽ അവർ എന്തെല്ലാമാണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല? അതിനെ റിഫ്ലക്ട് ചെയ്യത്തില്ല. പ്രതികരണ ശേഷി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടവരെ പോലെ അല്ലെ? അപ്പോൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങള് കഷ്ടതയിൽ കൂടെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? എന്തും ദൈവം എന്റെ നന്മയ്ക്കാണെന്നുള്ള ഒന്നിനോടും അതിനോട് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്നതായിട്ടുള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമ്മളെ ആ ശോധനയിൽ കൂടെ എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചും അധികം ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും എന്ത് ചെയ്യുന്നു? അധികം ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഫലം കായ്ക്കുക, അധികം ഫലം കായ്ക്കുക. എന്നാൽ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എന്ത് ചെയ്യുന്നു? വളരെ ഫലം കായ്ക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. 15-ന്റെ 8 നാം വളരെ ഫലം കായ്ക്കുമ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത്? അധികം ഫലം കായ്ക്കുമ്പോഴാണ് പിതാവ് എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വിശ്വാസം പഠിക്കുകയും താഴ്മയും സഹിഷ്ണുതയും ഉള്ളവരൊക്കെ ആയിത്തീരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? വളരെ ഫലം കായ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? താഴ്മയുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ഫലം കായ്ക്കുന്നു എന്ന് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യും? പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫ്രൂട്ട്, മോർ ഫ്രൂട്ട്, മച്ച് ഫ്രൂട്ട്. ഫലം, അധിക ഫലം, വളരെ ഫലം. പ്രൈസ് ദി ലോർഡ്. നാം ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിപ്പാനായിട്ട് ഈ രാത്രി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കേവലം ഫലം കായ്ക്കുന്നവരാണോ? അതോ അധികം ഫലം കായ്ക്കുന്നവരാണോ? അതോ പിതാവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നവരാണ്? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു എങ്കിൽ എന്ത് ചെയ്യും? വളരെ ഫലമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് തനിയെ ഇരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഫലമൊന്നും ഉണ്ടാകത്തില്ല. ഒരു ഗോതമ്പ് മണി ഇപ്പൊ ഈ മേശപ്പുറത്ത് ഒരു ഗോതമ്പ് മണി വയ്ക്കാൻ അവിടെ ഇരിക്കുന്നിടത്തോളം അതിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? യാതൊരു ഫലവും എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. എന്നാൽ ഗോതമ്പ് മണി നിലത്ത് വീഴാൻ തയ്യാറാകുമ്പോൾ, നിലത്ത് വീണ് അത് ഡീക്കേ ചെയ്യുവാൻ, അത് അഴുകുവാൻ, അത് ചാകുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? വളരെ വിളവുണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു ഗോതമ്പ് മണിയെ പോലെ നമ്മെ തന്നെ, നമ്മുടെ സെൽഫ് എല്ലാം എന്ത് ചെയ്യുക? അതെല്ലാം മാറ്റി വെച്ചിട്ട് സെൽഫിന്, നമ്മുടെ സ്വയത്തിന് നാം മരിച്ചവരായി തീരുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്നിലും നിങ്ങളിലും പ്രവർത്തിപ്പാനായിട്ട് കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിലത്ത് വീണ് ചാകാൻ തയ്യാറുള്ള ഒരു വ്യക്തിയിൽ കൂടെ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിപ്പാനായിട്ട് കഴിയുള്ളൂ. അവിടെ മാത്രമേ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന് എന്റെ സ്വയത്തിന് മരിച്ചതായിത്തീരുന്നു, എന്റെ സ്വയത്തെ ഞാൻ യേശുവിന്റെ ക്രൂസിനോട് ചേർത്ത് എന്റെ സ്വയത്തെയും മരിപ്പിക്കാൻ തയ്യാറാകുന്നുവോ,
അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ നാമം എന്റെ ജീവിതത്തിൽ കൂടെ മഹത്വം ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ബട്ട് ഇഫ് ഇറ്റ് ഡൈസ് ഇറ്റ് പ്രൊഡ്യൂസസ് മച്ച് ഗ്രെയിൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു കഴിയുമ്പോൾ അതിൽ കൂടെ അനേകം ധാന്യങ്ങൾ വീണ്ടും ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ്? വളരെ ഫലം കായ്ക്കണമെങ്കിൽ ഇഹലോകത്തിൽ നമ്മുടെ ജീവനെ പകയ്ക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മീയ ജീവിതം കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. Jesus explained that the bearing of much fruit requires dying to life in this world and finding true spiritual life. ഈ ലോകത്തിന് നാം മരിച്ചവരായി തീരണം. അതാണ് സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവനെ എന്ത് ചെയ്യണം? ഞാൻ പകയ്ക്കണം. എന്റെ ജീവനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഞാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഉള്ളൂ നഷ്ടപ്പെടാത്ത ഒന്നിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടാത്തത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ലോകത്തിന് അല്ലെങ്കിൽ എന്റെ ജീവനെ പകച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിത്യജീവനെ, നഷ്ടപ്പെട്ടു പോകാത്ത നിലനിൽക്കുന്നതായിട്ടുള്ള ആ നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് മാത്രം തീർന്നു പോകുന്ന ഒന്നിനു വേണ്ടിയാണ് എന്റെ എഫർട്ട് മുഴുവൻ ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് നിലനിൽക്കുന്ന ഒന്നും നേടുവാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഗോതമ്പ് മണിയിൽ കൂടെ ദൈവം നമ്മളോട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ സ്നേഹത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് സ്വയം ഉണ്ടാകുവാൻ ഒത്തിരി സാധ്യതയുണ്ട്, അല്ലെ? ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും അവിടെയും എനിക്ക് സെൽഫിഷ് ഉണ്ട്, അല്ലെ? നാം പെന്തിക്കോസ്തുകാരാണ്, നാം പറയുന്നത് എപ്പോഴും ദൈവം നമ്മുടെ പോക്കറ്റിലാണെന്നുള്ളത്, അല്ലെ? എപ്പോഴെങ്കിലും ഒക്കെ ഒരു സ്വയം, ഞാൻ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് കുറെയെങ്കിലും ഒക്കെ എനിക്ക് എന്തുണ്ടാകും, എന്റെ സ്വയം എന്ത് ചെയ്യും, ഉണ്ടാകും. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും എന്തുണ്ടാകും, എന്റെ സ്വയം അവിടെ ഉയർന്നു വരും, അല്ലെ? അല്ലാതെ എന്റെ സ്വയത്തെ തെളിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അല്പമെങ്കിലും ഒക്കെ ഒരു സെൽഫിഷ് മോട്ടീവ് എന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഉണ്ടാകും. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ അഭിമാനം കൊള്ളുമ്പോഴും അവിടെയൊക്കെ എന്ത് ചെയ്യും, എന്റെ സെൽഫിഷിന്റെ ഒരു അംശമെങ്കിലും അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ആത്മാഭിമാനമുള്ളവരും സ്വയം കേന്ദ്രീകൃതരും സ്വയം പര്യാപ്തരും ഒക്കെ ആയിരിക്കാം. പക്ഷെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആ സ്വയത്തെ തകർക്കുവാനായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നിൽ തന്നെ സെൽഫിഷായി തീരുമ്പോൾ, സെൽഫ് സെന്റേഡ് ആയി തീരുമ്പോൾ ആ മനോഭാവങ്ങളെ ദൈവം ചിലപ്പോൾ ഒന്ന് തൊടാനായിട്ട് ഇടയായി തീരും. അങ്ങനെ തൊടുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ചില മറ്റു സാഹചര്യങ്ങളെ, ബാഹ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നത്, അനുവദിക്കുന്നത്. നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ചില സാഹചര്യങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളിൽ കൊണ്ട് ദൈവം നമ്മളെ എത്തിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യും, ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവം ദൂരെ അല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നും, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നാമും പലപ്പോഴും ചോദിച്ചു പോകും. യഹോവേ, ഞാൻ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞിരിക്കുന്നത് എന്ത്. പ്രൈസ് ദി ലോർഡ്. നാമും ചിലപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൂടെ പോയപ്പോഴൊക്കെ നാം ആ ചോദ്യം ചോദിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം പോലും ചിലപ്പോൾ ദൂരെയായിട്ട് എനിക്ക് തോന്നും. ദൈവം എന്റെ കൂടെ ഇല്ലേ, എന്റെ അടുത്തൊന്നും ഇല്ലേ ദൈവം, ഇത്ര വിളിച്ചപേക്ഷിച്ചിട്ടും ഇത്ര കരഞ്ഞിട്ടും ഇതിനൊരു മറുപടി ഇല്ലേ എന്ന് തോന്നുന്ന, എന്ന് അനുഭവപ്പെട്ടിട്ടുള്ള എത്രയോ സാഹചര്യങ്ങള്. എന്തിനാണെന്നറിയാമോ? എന്നെ ഒന്ന് തൊടുവാൻ തക്കോണം ചില സാഹചര്യങ്ങളെ ദൈവം എന്ത് ചെയ്യാണ്, അനുവദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിപ്പാൻ വാക്കുകളില്ല, പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കുമ്പോൾ ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വരുന്നില്ല. ആ പ്രാർത്ഥന പോലും എനിക്ക് എന്ത് ചെയ്യും, കഠിനമേറിയതായിട്ട് തോന്നും. ജീവിതത്തിന്റെ മാധുര്യം എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ആത്മീയ ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഓർക്കുക, ഞാനും നിങ്ങളും അറിയാതെ ഈ സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ
എന്നിലും നിങ്ങളിലും ദൈവം ഒരു അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാനും നിങ്ങളും അറിയാതെ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നിലും നിങ്ങളിലും എന്ത് ചെയ്യാണ്? ദൈവം ഒരു അഴിച്ചുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഫലം കായ്ക്കുവാനല്ല, അധിക ഫലം കായ്ക്കുവാനല്ല, വളരെ ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ട്, പിതാവ് എന്നിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം എന്നിൽ എന്ത് ചെയ്യാണ്? ഒരു അഴിച്ചുപണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ രസകരമായിട്ടുള്ളത്, ഈ പ്രയാസകരമായ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിശബ്ദനായിട്ടിരിക്കുകയാണ്. എത്ര വിളിച്ചപേക്ഷിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയില്ല. എന്റെ ദൈവം എത്ര ദിവസങ്ങളായി ഉപവസിക്കുന്നു, എത്ര ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു ശബ്ദം, ഒരു വാക്ക്, ഒരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് കൊതിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട്. നാം പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നു, അവന്റെ സ്നേഹത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളോടുള്ള വിരോധം കൊണ്ടോ, നാം എല്ലാം പാപികളായിട്ടതുകൊണ്ടോ, നാം ഒത്തിരി തെറ്റുകൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല ദൈവം ചിലപ്പോൾ നമുക്ക് മറുപടി നൽകാതിരിക്കുന്നത്. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹം കൂടുമ്പോഴും പലപ്പോഴും ഒരു ശബ്ദം പോലും കേൾക്കാതിരിക്കുമ്പോഴും ഓർക്കുക, ദൈവം എന്നിൽ എന്തോ ഒരു അഴിച്ചുപണി എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളല്ല ദൈവം നോക്കുന്നത്, ഫൈനൽ പ്രോഡക്റ്റ്, അവസാനം എന്തായിട്ട് തീർക്കാം, അതാണ് കർത്താവ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു ഗൈഡൻസിന് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ നാം കാത്തിരിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു മറുപടി പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ ഫലം നമ്മെ ഒരു കീഴടങ്ങലിന്റെ, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി കീഴടങ്ങുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ സെൽഫിഷ് നേച്ചറൊക്കെ മാറി, എന്റെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ലൈഫൊക്കെ ഒന്ന് മാറി, അതൊക്കെ ഒന്ന് ഉടഞ്ഞു മാറിയിട്ട് ദൈവം എന്നെ എത്തിക്കേണ്ട ഒരിടത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി എക്സ്പ്ലനേഷൻസ് എന്നെ കുറിച്ച് പറയാൻ കാണും, എന്റെ ന്യായീകരണങ്ങളൊക്കെ എനിക്ക് പറയാൻ കാണും. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു, ഒത്തിരി ഉപവസിച്ചു, എത്ര പേരെ ഞാൻ സഹായിച്ചു, എത്ര പേരെ കരം പിടിച്ചുയർത്തി. എന്നാൽ എന്റെ എല്ലാ ന്യായവാദങ്ങളും അവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. പക്ഷെ അവിടെയും വിശ്വാസം എന്ത് ചെയ്യുന്നില്ല? തോൽക്കുന്നില്ല. ഇതെല്ലാം സംഭവിക്കുമ്പോഴും എന്ത് ചെയ്യാ? തൻ പൈതലിന് ഒരിക്കലും കാരണമില്ലാതെ കരച്ചിൽ കൊടുക്കുകയില്ല. കരയുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നെങ്കിൽ, തകർക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണമില്ലാതെ ഒരിക്കലും ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? കരയുവാനായിട്ട് വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് യാതൊരു വികാരവുമില്ലാതെ പോകുന്നൊരു സമയം ഉണ്ടാകും. അവിടെ നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നാം ഓർക്കണം, ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു പക്ഷേ അറിയത്തില്ലായിരിക്കാം എന്താണ് ദൈവം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം ദൈവം എന്താണ് ചെയ്യുന്നതെന്ന്. എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? പോരാടും. ദൈവം എന്താ ചെയ്യുന്നത്, എന്താണ് ദൈവം അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തിന്റെ സ്വഭാവത്തിൽ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം എന്ത് ചെയ്യണം? തന്റെ സ്വഭാവം ത്യജിപ്പാനായിട്ട് ദൈവത്തിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. നാം അവിശ്വസ്തരായി തീരുകയാണ്, ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നാം അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ദൈവത്തിന്റെ സ്വഭാവത്തിൽ വിശ്വസിക്കുക. ഒരു വാക്കുപോലും ദൈവത്തിൽ നിന്ന് കേൾക്കാനില്ലെങ്കിലും ദൈവത്തിന്റെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ദൈവം നമുക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നും തരത്തില്ല. പ്രൈസ് ദി ലോർഡ്.
ദൈവം എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു, അതിങ്ങനെ ചെയ്തു, എന്തിനാണ് നിന്നെ ഈ സാഹചര്യത്തിൽ കൂടെ, അങ്ങനെ ഒന്നും എക്സ്പ്ലനേഷൻ തരാനായിട്ടൊന്നും ദൈവം എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. എന്നെ നിങ്ങളെ നിർമ്മിച്ച ദൈവമാണ്. അപ്പൊ നമ്മളോട് ദൈവത്തിന് എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട കാര്യമൊന്നും ഇല്ല. പലപ്പോഴും ഞാൻ ദൈവത്തോട് മല്ലി പിടിക്കും, കർത്താവെ പറ, നീ പറ, എന്തിനാ അത് ചെയ്ത്, എന്തിനാ. പക്ഷെ ദൈവം ഒന്നും മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. ഒരു എക്സ്പ്ലനേഷൻ ദൈവം നമുക്ക് എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഏറ്റവും മികച്ചത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അത് ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ ദൈവം എന്നോട് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം നല്ലവനാണ്, ദൈവം സത്യസന്ധനാണ്, ദൈവം ശക്തനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നാം ഓർക്കുക. ദൈവത്തിന്റെ സ്വഭാവത്തെ നാം വിശ്വസിക്കുക. ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവം നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സത്യസന്ധനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തില് അനുസരണമുള്ളവരായി തീരുവാൻ, വിശ്വാസമുള്ളവരായി തീരുവാനും ദൈവം എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം മുഴുവൻ എന്താണ്, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത ആളുകളുടെ ചരിത്രമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ജീവിതത്തില്, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവത്തിലേക്ക് എന്ത് ചെയ്ത് കടന്നു വന്നു. തന്റെ സ്വന്തം ശക്തി കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം, തന്നെ തന്നെ ആശ്രയിപ്പാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് താൻ എന്ത് ചെയ്തു, കടന്നുപോയി. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9 തുടങ്ങി 10 വരെയുള്ള വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്താണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പൗലോസിന് എന്ത് ചെയ്യുന്നു, കടന്നു പോകേണ്ടി വന്നു. ദൈവത്തിൽ മാത്രം എന്ത് ചെയ്യുക, ആശ്രയിക്കുക. യോബിന്റെ ചരിത്രത്തില് തന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന സമയങ്ങളില് എന്ത് ചെയ്തു, യോബ് അതിന്റെ നങ്കൂരം, അതിന്റെ ധീരത, അറിവ്, ഭയം, അത്ഭുതം, എന്താണ് വിശ്വാസത്തിന്റെ നങ്കൂരം, ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം നിശ്ചയം പ്രാപിപ്പാനായിട്ട് എന്ത് ചെയ്തു, യോബിനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അവസാനത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തിരുവചനത്തിലുടനീളം വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിലേക്ക്, ദൈവത്തിന്റെ ചുമലിൽ നാം വിടുക. എൻ്റെ എല്ലാ ആവശ്യങ്ങളും A to Z അതെല്ലാം ദൈവത്തിന്റെ ചുമലിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, ഇടുക. തുടർന്ന് ദൈവം പ്രവർത്തിക്കുന്നത് വരെ ക്ഷമയോടെ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഈ കാത്തിരിപ്പിന്റെ കാലയളവില് സംശയവും ഭയവും ഒക്കെ നമുക്ക് പിന്തുടരുമ്പോൾ, നമ്മളെ പിടികൂടുമ്പോൾ നാം എന്ത് ചെയ്യണം, ദൈവത്തിങ്കിലേക്കും അവന്റെ വാഗ്ദത്തങ്ങളിലേക്കും ഓടിച്ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. കാത്തിരിപ്പിന്റെ ഇടയിലാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. അന്നേരം നാം അഭയത്തിനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുക. നമ്മുടെ വിശ്വസ്ത സുഹൃത്തായിട്ട് ദൈവത്തെ അങ്ങ് വിശ്വസിക്കുക. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്നേഹിതനായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക. അതുപോലെ നമ്മുടെ ശക്തനായ സഹായകനായിട്ട് ദൈവത്തിൽ നാം ചാരുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് ആ സമയങ്ങളിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം പ്രതീക്ഷയില്ലാതാകുമ്പോഴും എന്ത് ചെയ്യുക, കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശോധനയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ നാം വീഴുന്നതിന് പകരം എന്ത് ചെയ്യുക, ദൈവത്തോട് അനുസരണയുള്ളവരായി നിലനിൽക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മെ നയിക്കുന്ന ഒരു വലിയ ഘടകമായിട്ട്, വലിയ തത്വമായിട്ട് മാറുന്നു. അതിലൂടെ നാം ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസമുള്ളവരായി തീരുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അറിയാതെ ഒന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് എന്നിലൂടെ ചെയ്തെടുക്കേണ്ട പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും. പിതാവ് എന്നിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പ്രയാസങ്ങളുടെ മധ്യത്തില്, ഭാരങ്ങളുടെ മധ്യത്തില് പതറിപ്പോകാനിട വരാതെ കർത്താവിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി, കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, കർത്താവിൽ ചാരിക്കൊണ്ട് സത്യസന്ധനായ, വിശ്വസ്തനായ, സർവശക്തനായ, നല്ലവനായ കർത്താവിൽ കൂടുതലായി ആശ്രയിപ്പാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.